കണ്ണൂർ വരെ പോകാം. കെ മധു വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഇവിടെ നിന്ന് വലിയ താല്പര്യപൂർവ്വം പോയതാണ്, പ്രതീക്ഷയോടെ പോയതാണ്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയിരിക്കുന്നു കെ സുധാകരൻ. ഇനി കണ്ണൂരിലെ അണികൾ എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക? സീറ്റില്ല എന്നത് MP സ്ഥാനത്ത് തുടരുന്നതിനേക്കാൾ ഒരു MLA ആയി മത്സരിക്കുക എന്ന ആഗ്രഹമാണ് ശക്തമായി മനസ്സിലുള്ളത്. താല്പര്യവും അതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന ഒരു പ്രഖ്യാപനം വന്നാൽ ഒരു വാർത്താ സമ്മേളനത്തിനൊക്കെ സാധ്യതയുണ്ടോ? വാർത്താ സമ്മേളനത്തിൽ രൂക്ഷമായ പ്രതികരണത്തിനൊക്കെ സാധ്യതയുണ്ടാവുമോ? എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി ഇത് ബാധിക്കുക കോൺഗ്രസിനെ? ഗുഡ് മോർണിംഗ് മോത്തി. വടക്കൻ കേരളത്തിലും അങ്കച്ചുവടുകളൊക്കെ വളരെ ഉഷാറായി മുറുകി കഴിഞ്ഞു. ചേകവന്മാർ ആരൊക്കെ എന്ന് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ മഹായുദ്ധങ്ങൾ ഏത് എന്ന് മാത്രമേ ബോധ്യപ്പെടാനുള്ളൂ. VD സതീശൻ പറഞ്ഞത് ശരിയാ. ഒന്നും മാറ്റം മാത്രമല്ല, കോൺഗ്രസും ഒട്ടും മാറാത്ത ഒന്നാണ്. കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കോൺഗ്രസിലൊരു മാറ്റമല്ല. അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ആര്, ഒന്നിലധികം അനുയോജ്യരായ സ്ഥാനാർത്ഥികൾ കണ്ടെത്തുമ്പോൾ ആരിലേക്കെത്തും സ്വയംവരം എന്നത് തീരുമാനിക്കാനുള്ള തർക്കങ്ങൾ അവിടെ തുടരുകയാണ്. എന്തായാലും കണ്ണൂരിൽ വടക്കൻ വീരഗാഥ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. മൂത്ത മീനിനെയും മൂത്ത ചക്കയൊക്കെ പറ്റി തന്നെയാണ് ഇപ്പോഴും തർക്കമുള്ളത്. സുധാകരൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നത് ഇത്രയും തർക്കങ്ങൾ നീണ്ട് അവസാന സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് സുധാകരൻ കടുംപിടുത്തത്തിലേക്ക് പോകുമ്പോൾ പുതിയ കാലത്തിന് യോജിച്ച തർക്കമാണോ എന്നുള്ളതാണ് ഈ പുതിയ അതിവേഗം മാറുന്ന കാലത്ത് സാധാരണ പ്രവർത്തകരെ അസ്വസ്ഥരാക്കുന്നത്. കണ്ണൂർ സീറ്റ് അറിയാം, വളരെ മുതിർന്ന സുധാകരൻ കൂടി എത്തുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മത്സരമായി അത് മാറും. അതിനപ്പുറത്ത് കുറച്ചുകൂടി പുതിയ പ്രവർത്തകർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർത്തും അസ്വസ്ഥരാണ്. പക്ഷെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് കണ്ണൂരിൽ മാത്രമല്ല, പേരാവൂര് അടക്കമുള്ള മണ്ഡലങ്ങളിൽ സണ്ണി ജോസഫിന് ബുദ്ധിമുട്ടാവും. നേരിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കാമെന്ന് UDF പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഒരു പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ സുധാകരൻ കളത്തിലിറങ്ങോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. അതാണ് എല്ലാവരും ഇന്നും ഉറ്റുനോക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ആയതുകൊണ്ട് നാളേക്കുമായാലും ഒട്ടും അതിശയപ്പെടാനൊന്നുമില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ ഇന്ന് തലശ്ശേരിയിൽ നോമിനേഷൻ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാവരെയുമുള്ള ക്ഷണമായി കാണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നു. ഒപ്പം തൊട്ടപ്പുറത്ത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ മാഷും നോമിനേഷൻ കൊടുക്കുകയാണ് CPM വിമതനായിട്ട്. അത് ഇത്തരത്തിലുള്ള കൗതുകങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ്, ഈ തർക്കങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് സുധാകരൻ്റെ തർക്കം കണ്ണൂർ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത്. അത് ചെറിയ അലോസരമല്ല. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം വളരെ സജീവമായി തന്നെ തർക്കങ്ങളും പലയിടത്തും തുടരുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം കാസർഗോഡാണ്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാസർഗോഡ് DCC ശക്തമായി തന്നെ രംഗത്തിറക്കുകയാണ്. പരസ്യമായി തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. സാരംഗ് പറയും കാര്യങ്ങൾ, പക്ഷേ അവിടെ സന്ദീപ് വാര്യർക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സ്ഥലമൊന്ന് കാസർഗോഡായിരിക്കും. മലപ്പുറത്തും എന്താവും എന്ന് എല്ലാവരും ഉറ്റുനോക്കാണ് മോത്തി.